അല്പം എരിവൊക്കെ ഉണ്ടെങ്കിലും അച്ചാർ കൂട്ടാൻ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? നെഞ്ചരിച്ചിലും പുളിച്ചുതകട്ടിലുമൊക്കെ ഉള്ളവർ അച്ചാർ കൂട്ടാൻ കഴിയാതെ വിഷമിക്കും. എന്നാൽ വിനെഗർ ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ അച്ചാർ എല്ലാവർക്കും കൂട്ടാം. അതിനായി ഞാൻ 1 കിലോ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന അച്ചാർ 1 വർഷം കഴിഞ്ഞാലും കേടാകില്ല. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം. ഒരു പാത്രത്തിലേക്ക് വെള്ളം തിളയ്ക്കാൻ വച്ചിട്ടുണ്ട്. സ്റ്റീൽ പാത്രങ്ങളോ മൺപാത്രങ്ങളോ മാത്രമേ അച്ചാർ പാകം ചെയ്യാൻ ഉപയോഗിക്കാവൂ. അത്രയും നാരങ്ങ മുങ്ങിക്കിടക്കത്തക്കവണ്ണം ഉള്ള വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം അടച്ചു വെച്ച് തിളപ്പിക്കാം. ഓർക്കുക, ആഹാര സാധനങ്ങൾ അടച്ചു വെച്ച് തിളപ്പിച്ചാൽ വേഗം തിളച്ചു കിട്ടും. സമയവും ലാഭിക്കാം, ഗ്യാസും ലാഭിക്കാം. ഇനി വെള്ളത്തിൻ്റെ തീ ഓഫ് ചെയ്ത ശേഷം തിളച്ച വെള്ളത്തിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങയുടെ തൊലിപ്പുറത്തുള്ള ആസിഡും അഴുക്കുമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തിളച്ച വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുന്നത്. മുഴുവൻ നാരങ്ങയും നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നാരങ്ങയെല്ലാം നമുക്ക് ഊറ്റിയെടുക്കണം. ഈ നാരങ്ങ തിളപ്പിച്ച വെള്ളമില്ലേ, അതിലേക്ക് 5 ml വിനെഗറും അല്പം പച്ചക്കർപ്പൂരവും ചേർത്ത് തുണിയിൽ മുക്കി വീട്ടിലെ ഉറുമ്പും മാറാലയും ഒക്കെ ഉള്ളിടത്ത് തുടച്ചാൽ അവയൊക്കെ മാറിക്കിട്ടും. വീട്ടിനുള്ളിലൊക്കെ നല്ല ഫ്രഷ് മണവും കിട്ടും. ഇത് തുണിയിൽ മുക്കി സോഫ സെറ്റും കുഷ്യനുമൊക്കെ തുടച്ചാൽ നല്ല തിളക്കമൊക്കെ കിട്ടും. ഇനി നമുക്ക് ഈ നാരങ്ങയെല്ലാം ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒരു കോട്ടൺ തുണി കൊണ്ടോ നന്നായിട്ട് തുടച്ചെടുക്കണം. അതിലെ വെള്ളം ഈർപ്പമെല്ലാം കളഞ്ഞെടുക്കണം. എടുക്കുന്ന പാത്രങ്ങളിലും ഒരു ശകലവും വെള്ളം ഉണ്ടാകാൻ പാടില്ല. നാരങ്ങ മുഴുവനും തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അരിഞ്ഞെടുക്കണം. ഞാനതിൽ വെളുത്ത ഭാഗവും അരിയുമൊക്കെ എടുത്ത് കളയുന്നുണ്ട്. നാരങ്ങ മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ അടച്ചു വയ്ക്കാം. നമ്മൾ വെറും നാരങ്ങ അച്ചാറല്ല ഉണ്ടാക്കുന്നത്, വെളുത്തുള്ളി കാന്താരി നാരങ്ങ അച്ചാറാണ്. അതിനായി ഞാൻ ഒരു 150 ഗ്രാം വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 30 ഗ്രാം കാന്താരി ഉണങ്ങിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 100-150 ഗ്രാം പച്ചക്കാന്താരി എടുക്കാവുന്നതാണ്. ഒരു കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും കൂടി എടുക്കുന്നുണ്ട്. ഇനി ചൂടായ പാനിലേക്ക് 1 കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും കനച്ചു പോകും. അതുകൊണ്ട് റീഫൈൻഡ് ഓയിലോ സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണയോ ഉപയോഗിക്കുന്നതാവും കൂടുതൽ നാൾ കേടുകൂടാതെ അച്ചാറിരിക്കുന്നതിന് നല്ലത്. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിത്തീർന്നു. ഇനി എടുത്തു വച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോൾ കാന്താരിമുളക് ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കണം. എല്ലാം ഒന്ന് വാടി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വച്ചിട്ടുള്ള നാരങ്ങ അതിലേക്ക് ചേർത്ത് ഇളക്കി 5 മിനിറ്റ് നന്നായി തിളപ്പിക്കണം. 2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ച് വാങ്ങുക. പഞ്ചസാര ചേർക്കുന്നത് അച്ചാർ കേടാകാതെ ഇരിക്കാൻ സഹായിക്കുമെന്ന് മാത്രമല്ല, നെഞ്ചരിച്ചിൽ ഉണ്ടാകാതെ ഇരിക്കാനും നാരങ്ങയുടെ ആ കയ്പ്പ് രസം അല്പം കുറയാനും സഹായിക്കും. നന്നായി തണുത്ത ശേഷം മാത്രം വിനെഗർ ഒഴിച്ച് വൃത്തിയാക്കിയ കണ്ടെയ്നറിൽ വായു കയറാതെ അടച്ച് സൂക്ഷിക്കുക. അച്ചാറുകൾ കേടാകാതെ ദീർഘനാൾ സൂക്ഷിക്കാൻ ഉണങ്ങിയ കണ്ടെയ്നറുകളും സ്പൂണുകളും മാത്രം ഉപയോഗിക്കുക. കാന്താരി മുളകിന് പകരം കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ച് ചുവന്ന കളറിലുള്ള അച്ചാർ തയ്യാറാക്കാം.